കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കർഷകരുടെ മഹാപഞ്ചായത്ത് ഇന്ന് ഡൽഹിയിൽ. സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ഡൽഹി രാംലീല മൈതാനത്താണ് കിസാൻ മസ്ദൂർ മഹാപഞ്ചായത്ത് നടക്കുക. ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, എങ്ങനെയാണ് കർഷകരുടെ പങ്കാളിത്തം? അതുപോലെ തന്നെ ആരൊക്കെയാണ് ഈ പ്രക്ഷോഭ പരിപാടിയിൽ കൂടുതലായി സഹകരിക്കുന്നത്? ഹലോ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കർഷകരുടെ മഹാപഞ്ചായത്ത് ഇന്ന് ഡൽഹിയിൽ. സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ഡൽഹി രാംലീല മൈതാനത്താണ് കിസാൻ മസ്ദൂർ മഹാപഞ്ചായത്ത് നടക്കുക. ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എപ്പോഴാണ് ഈ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം? കർഷകരല്ലാതെ മറ്റെന്തൊക്കെ സംഘടനകൾ ഇതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു? രാംലീല മൈതാനത്താണ് കർഷക സമരം ഇപ്പോൾ പുരോഗമിക്കുന്നത്. രാവിലെ 10 മണിക്ക് തന്നെ കർഷകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം ഈ എത്രത്തോളം കർഷകർ ഹരിയാന, പഞ്ചാബ്, അതോടൊപ്പം തന്നെ രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും നിരവധി കർഷകരാണ് ഇപ്പോൾ രാംലീല മൈതാനത്ത് ഇതിനം തന്നെ എത്തിയിരിക്കുന്നത്. എന്തായാലും 50,000-ഓളം കർഷകരെ ഇവിടെ പങ്കെടുപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ കർഷക സംഘടനകൾ, വിവിധ കർഷക സംഘടനകൾ, സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിലുള്ള വിവിധ കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിതിൻ പറഞ്ഞോളൂ, കേൾക്കാം. ആവശ്യങ്ങൾ പ്രത്യേകിച്ചും സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ, അതായത് മിനിമം താങ്ങുവില, അതോടൊപ്പം തന്നെ ശുക്രന്റെ കൊലപാതകത്തിൽ നീതി ഉറപ്പാക്കുക, കൂടാതെ ലഖിംപൂർ കേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കണം, അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകരുടെ ഈ മഹാപഞ്ചായത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രാജസ്ഥാൻ, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലുള്ള നിരവധി കർഷകർ ഇതിനം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 3 മണി വരെ ഇത്തരത്തിൽ കർഷകർക്ക് രാംലീല മൈതാനത്ത് മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കാൻ ഇതിനം തന്നെ പോലീസിന്റെ അനുമതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, കൂടുതൽ കർഷകർ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും രാംലീല മൈതാനത്തേക്ക് എത്തുന്നത് തടയാൻ ഇപ്പോൾ അതിർത്തികളിൽ പോലീസ് നിലയുറപ്പിച്ചിരിക്കുകയാണ്. തിക്രി അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലീസ് കർഷകരെ തടഞ്ഞിട്ടുണ്ട്. നോയിഡയിലും സമാനമായ നിലയിൽ തന്നെ കർഷകരെ തടയുന്നു എന്നുള്ള പരാതി ഉയർന്നിട്ടുണ്ട്. എവിടെയാണോ പോലീസ് തടയുന്നത് അവിടെ തന്നെ തമ്പടിക്കുമെന്നാണ് കർഷകർ ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം ശംഭു കൂടാതെ ഖനൌരി അടക്കമുള്ള അതിർത്തികളിൽ സമരം ചെയ്യുന്ന കർഷകർ അവിടെ തന്നെ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ മഹാപഞ്ചായത്ത്, ഈ 3 മണിയോട് തന്നെ കഴിയുന്ന മഹാപഞ്ചായത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക അവഗണനയ്ക്കെതിരെ പ്രമേയം പാസാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് കർഷകരുടെ ഈ ഒരു സമരം മഹാപഞ്ചായത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് വിവാദ തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക, വൈദ്യുതി സ്വകാര്യവൽക്കരിക്കരുത്, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു മഹാപഞ്ചായത്തിന് ശേഷം കർഷകർ ഈ പ്രക്ഷോഭം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ പ്രഖ്യാപനവും ഒരുപക്ഷെ ഇന്നത്തെ മഹാപഞ്ചായത്തിൽ ഉണ്ടാകും. ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണും. നമുക്കറിയാം, രാംലീല മൈതാനത്തെ ഈ ഒരു വേദിയിലേക്ക് ഇപ്പോഴും കർഷകർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഏതാണ്ട് 50,000-ഓളം കർഷകരെ എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിലാണ് ഈ മഹാപഞ്ചായത്ത് ഇപ്പോൾ ഡൽഹി രാംലീല മൈതാനത്ത് പുരോഗമിക്കുന്നത്. ശരി, രാംലീല മൈതാനത്ത് കർഷകരുടെ മഹാപഞ്ചായത്ത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.